പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ കാണുന്നത് തകഴി ക്ഷേത്രമാണ്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ തകഴി ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായ വേറൊരു സംഭവം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ശ്രീധർമ്മ ശാസ്താവ് എൻ്റെ പ്രതിഷ്ഠയാണ്. ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശബരിമല ഇടത്താവളം കൂടിയാണ്. നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിനകത്ത് ചില വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. അത് ക്ഷേത്രത്തിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊന്നും കാണിക്കാൻ സാധ്യതയില്ല. എന്നാൽ മറ്റൊരു സംഭവം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. വേറൊന്നുമല്ല, ഇത് തേങ്ങയാണ് ഈ കാണുന്നത്. ഈ തേങ്ങയുടെ ഇവിടെ നിന്ന് നോക്കിയേ, കൊമ്പ് കണക്കൊരു സാധനം വളർന്നിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോ, വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് കാണാമല്ലോ, വളരെ കാണാമല്ലോ. ഇതിനെ കൊമ്പെന്ന് വേണേൽ വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുമ്പിക്കൈ, ആനയുടെ തുമ്പിക്കൈ കണക്കിങ്ങനെ വളർന്നിറങ്ങിയിരിക്കുകയാണ്. ഇതും അതുപോലെ തന്നെയാണ്. കണ്ടോ, മനസ്സിലായോ? കണ്ടോ, ഇതുപോലെ ധാരാളം തേങ്ങ ഇപ്പോഴും പിടിക്കുന്നുണ്ട്. ക്ഷേത്ര പരിസരങ്ങളിൽ ധാരാളം സ്ഥലങ്ങളുള്ളതാണ് ഈ ക്ഷേത്രത്തിന്. ആ ക്ഷേത്ര പരിസരത്ത് കാണുന്ന തെങ്ങിൽ നിന്നും തേങ്ങ വീഴുമ്പോൾ ആളുകൾ പെറുക്കിയെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ട് എത്തിക്കാറാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്കിവിടെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായിരുന്ന വാസുദേവൻ നമ്പൂതിരിയെ നമുക്കൊന്ന് കാണാം. അദ്ദേഹവുമായി ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം തിരുമേനി. നമസ്കാരം തിരുമേനി, നമ്മുടെ ഈ കൊമ്പും തുമ്പിക്കൈയുള്ള ആ തേങ്ങയെക്കുറിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് വളരെ പണ്ടുമുള്ള ചരിത്രം ശരിക്ക് അറിയാനൊക്കത്തിരുന്നാലും ഈ പഴയ ആൾക്കാരുമായിട്ട് സംസാരിച്ചുള്ള ഒരറിവ് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ അത് പറഞ്ഞുതരാം. പണ്ട് ഈ ക്ഷേത്രഭൂമികള് പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം കരക്കാരുടെ കയ്യിലായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് തകഴി ക്ഷേത്രത്തിന് 36,000 നെല്ല് പാട്ടം കിട്ടുന്ന വസ്തുവകകളും കണ്ടങ്ങളും വസ്തുവകകളും അതിനൊക്കെ പുരയിടങ്ങളും ഉണ്ടായിരുന്നു. ഈ പുരയിടത്തിലൊക്കെ ഈ തേങ്ങ ഇടാൻ പോകുമ്പോൾ ദേവസ്വം കാര്യസ്ഥനും കുറച്ച് ആൾക്കാരുമായിട്ടാണ് പോകുന്നു. അങ്ങനെ ഒരു തവണ തേങ്ങ ഇടാൻ ചെന്ന് കഴിഞ്ഞപ്പം ഈ തേങ്ങ ഇട്ടതിനകത്തുനിന്ന് തേങ്ങ പറക്കാനായിട്ട് 2-3 പേര് വന്നു. ഈ 2-3 പേർ വന്ന അവസരത്തിൽ ദേവസ്വം ജീവനക്കാർ പറഞ്ഞു, ഇതെടുക്കാൻ പാടില്ല, ഇത് തകഴി ശാസ്താവിന്റെ തേങ്ങയാണ്, ഇതെടുക്കാൻ പാടില്ല എന്ന്. എന്നാൽ അവിടെ ഈ എടുക്കാൻ വന്നത് ചോദിച്ചു, തകഴി ശാസ്താവിന്റെ തേങ്ങയ്ക്ക് എന്താണ് കൊമ്പും തുമ്പിക്കൈയും ഉണ്ടോന്ന് ചോദിച്ചു. ഓ, ശരി ശരി. ഈ സമയത്ത് അവിടുത്തെ ബാലൻ വരുന്നു. ബാലൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തുവാ എല്ലാവരും കൂടെ സംസാരം ചോദിക്കുന്നു. അന്നേരം പറയാണ് തേങ്ങ എടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പം തകഴി ശാസ്താവിൻ്റെയാണ് എടുക്കരുതെന്ന് പറഞ്ഞു. അന്നേരം തേങ്ങ എടുത്ത് അവര് ചോദിക്കുകയാണ്, തകഴി ശാസ്താവിന്റെ തേങ്ങയ്ക്ക് എന്താ കൊമ്പും തുമ്പിക്കൈയും ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. കൊമ്പും തുമ്പിക്കൈയും ഉണ്ടോന്ന് ചോദിച്ചപ്പം ഈ ബാലൻ പറഞ്ഞു, അത് ഉണ്ടല്ലോ, അത് എടുത്തു നോക്കിയാലല്ലേ അറിയാനൊക്കത്തുള്ളൂ. പിന്നെ അവരവിടെ കിടന്ന തേങ്ങ നോക്കിക്കഴിഞ്ഞപ്പോൾ പെറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം മുഴുവൻ കൊമ്പും തുമ്പിക്കൈയുള്ള തേങ്ങയാണ്. അതൊരു അത്ഭുതമാണെന്നല്ലേ പറയാനൊക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ആ തേങ്ങയിൽ പലതും അന്നത്തെ കാലത്ത് ഇവിടെ കൊണ്ട് കെട്ടി തൂക്കിയിരുന്നു.